പ്രിയമുള്ളവരെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബൈബിൾ ഇൻ എ ഇയർ. ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ ദൈവവചന വായനാ പദ്ധതി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസെൻഷൻ. ഞാൻ ഡാനിയേലച്ചൻ. വചന വായനയിലൂടെ ദൈവസ്വരം ശ്രവിക്കാനും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാനും ബൈബിളിലൂടെ മനോഹരമായ ഒരു യാത്രയ്ക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു. വിശുദ്ധ വേദപുസ്തകത്തിലെ 73 പുസ്തകങ്ങളിലായി പരന്നുകിടക്കുന്ന മനുഷ്യരക്ഷയുടെ മഹാസംഭവം ഒറ്റപ്രമേയമായി മനസ്സിലാക്കുന്നതിന് ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈം ലൈൻ എന്ന വായനാ സഹായി നാം ഉപയോഗിക്കുന്നു. നിങ്ങൾക്ക് റീഡിംഗ് പ്ലാൻ ആവശ്യമുണ്ടെങ്കിൽ BIYindia.com/മലയാളം എന്ന ലിങ്കിൽ അത് ലഭ്യമാണ്. ഇന്ന് 142-ാമത്തെ ദിവസം. ഇന്നത്തെ വചന വായനയുടെ പാഠങ്ങൾ: 2 സാമുവേൽ അധ്യായം 24, 1 ദിനവൃത്താന്തം അധ്യായം 29, സങ്കീർത്തനങ്ങൾ അധ്യായം 30. ഞാൻ വായിക്കുന്നത് POC മലയാളം ബൈബിളിൻ്റെ പരിഷ്കരിച്ച വിവർത്തനത്തിൽ നിന്നാണ്. വചനം വായിച്ചു തുടങ്ങാം. നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു. 2 സാമുവേൽ അധ്യായം 24. ദാവീദ് ജനസംഖ്യ എടുക്കുന്നു. കർത്താവിൻ്റെ കോപം ഒരിക്കൽ കൂടി ഇസ്രായേൽക്കാർക്കെതിരെ ജ്വലിക്കാനിടയായി. നീ ചെന്ന് ഇസ്രായേൽക്കാരെയും യൂദാക്കാരെയും എണ്ണുക എന്ന് പറഞ്ഞുകൊണ്ട് അവർക്കെതിരെ പ്രവർത്തിക്കാൻ അവിടുന്ന് ദാവീദിനെ പ്രേരിപ്പിച്ചു. രാജാവ് തന്നോടൊപ്പമുണ്ടായിരുന്ന സൈന്യത്തലവൻ യോവാബിനോട് പറഞ്ഞു, എനിക്ക് ജനത്തിൻ്റെ എണ്ണം അറിയേണ്ടതിനായി നീ ദാൻ മുതൽ ബർഷേബ വരെയുള്ള ഇസ്രായേൽ ഗോത്രങ്ങളിലെല്ലാം ചുറ്റി സഞ്ചരിച്ച് ജനസംഖ്യ എടുത്താലും. എന്നാൽ യോവാബ് രാജാവിനോട് പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവ് മറ്റുള്ളവരെ പോലെ 100 ഇരട്ടിയായി ജനത്തെ വർദ്ധിപ്പിക്കട്ടെ. എൻ്റെ യജമാനനായ രാജാവിൻ്റെ കണ്ണുകൾ കാണുകയും ചെയ്യട്ടെ. പക്ഷേ എന്തുകൊണ്ടാണ് എൻ്റെ യജമാനനായ രാജാവ് ഇക്കാര്യത്തിൽ തൽപരനായിരിക്കുന്നത്? എന്നാൽ യോവാബിനോടുള്ള രാജശാസനം സൈന്യാധിപന്മാരുടെ മേലും ശക്തിപ്പെടുകയാണുണ്ടായത്. അങ്ങനെ യോവാബും രാജസന്നിധിയിലുള്ള സൈന്യാധിപന്മാരും ഇസ്രായേൽ ജനത്തെ എണ്ണാൻ പുറപ്പെട്ടു. അവർ ജോർദാൻ കടന്ന് ഗാദ് താഴ്വര മധ്യയുള്ള പട്ടണത്തിന് തെക്ക് അരോവറിൽ പാളയമടിച്ചു. പിന്നെ യാത്ര യാസറിലേക്കായിരുന്നു. തുടർന്ന് അവർ ഗിലെയാദിലേക്കും ഹോഷ്ദിയുടെ താഴ്ന്ന പ്രദേശത്തേക്കും ചെന്നു. പിന്നീട് അവർ പോയത് ദാന്യാനിലേക്കും ചുറ്റിവളഞ്ഞ് സീദോനിലേക്കുമാണ്. അനന്തരം അവർ ടൈർ കോട്ടയിലും എല്ലാ ഹിവ്യ കാനാനി പട്ടണങ്ങളിലും എത്തി. പിന്നീടവർ യൂദായുടെ നെഗേബിൽ ബേർഷേബയിലേക്ക് പുറപ്പെട്ടു. അവർ ദേശത്തുടനീളം ചുറ്റിക്കറങ്ങി 9 മാസത്തിനും 20 ദിവസത്തിനുമുള്ളിൽ ജെറുസലേമിൽ എത്തിച്ചേർന്നു. യോവാബ് ജനത്തിൻ്റെ കാനേഷുമാരി കണക്ക് രാജാവിൻ്റെ പക്കൽ സമർപ്പിച്ചു. വാളേന്തുന്ന വീരന്മാരായി ഇസ്രായേലിൽ 8 ലക്ഷം പേരുണ്ടായിരുന്നു. യൂദാ പൗരന്മാർ 5 ലക്ഷം പേരും. ജനത്തെ എണ്ണിക്കഴിഞ്ഞപ്പോൾ ദാവീദിന് മനസാക്ഷി കുത്തുണ്ടായി. ദാവീദ് കർത്താവിനോട് പറഞ്ഞു, ഞാൻ ചെയ്തത് മഹാപാപമായിപ്പോയി. ഇപ്പോൾ കർത്താവെ, അങ്ങയുടെ ദാസൻ്റെ കുറ്റം അവഗണിക്കണമേ. എന്തെന്നാൽ ഞാൻ ഏറെ ഭോഷനായിപ്പോയി. ദാവീദ് രാവിലെ എഴുന്നേറ്റു. ദാവീദിൻ്റെ ദീർഘദർശിയായ ഗാദ് പ്രവാചകന് ഇപ്രകാരം കർത്താവിൻ്റെ വചനമുണ്ടായി. നീ ചെന്ന് ദാവീദിനോട് പ്രസ്താവിക്കുക, കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു, ഞാൻ നിന്റെ മേൽ 3 കാര്യങ്ങൾ വെച്ച് നീട്ടുകയാണ്. ഞാൻ നിന്നോട് ചെയ്യേണ്ടതിന് അവയിലൊന്ന് നിനക്കായി തിരഞ്ഞെടുത്തുകൊള്ളുക. ഗാദ് ദാവീദിൻ്റെ അടുക്കൽ വന്ന് അദ്ദേഹത്തോട് വിവരിച്ചുകൊണ്ട് പറഞ്ഞു, നിനക്ക് 3 വർഷം നിന്റെ ദേശത്ത് ക്ഷാമം വരണമോ? അതോ നിന്നെ പിന്തുടരുന്ന നിന്റെ എതിരാളികൾക്ക് മുമ്പിൽ 3 മാസം നീ ഒളിച്ചോടണമോ? അതോ നിന്റെ ദേശത്ത് 3 ദിവസം വസന്തയുണ്ടാകണമോ? ഇപ്പോൾ എന്നെ അയച്ചവന് ഞാൻ എന്ത് മറുപടി നൽകണമെന്ന് നീ ആലോചിച്ചുറപ്പിക്കുക. ദാവീദ് ഗാദിനോട് പറഞ്ഞു, എനിക്ക് മഹാദുരിതം. കർത്താവിൻ്റെ കയ്യിൽ നമ്മൾ നിബന്ധിച്ചു കൊള്ളട്ടെ. എന്തെന്നാൽ അവിടുത്തെ ആർദ്രത വലുതാണ്. മറിച്ച് മനുഷ്യൻ്റെ കയ്യിൽ ഞാൻ പതിക്കാതിരിക്കട്ടെ. അങ്ങനെ ഇസ്രായേലിൽ പ്രഭാതം മുതൽ നിശ്ചിത സമയം വരെ കർത്താവ് ഒരു വസന്ത വരുത്തി. ദാൻ മുതൽ ബർഷേബ വരെ ജനത്തിൽ നിന്ന് 70,000 പേർ മരിച്ചു. ജെറുസലേം നശിപ്പിക്കാൻ ദൂതൻ കൈനീട്ടിയപ്പോൾ കർത്താവ് ആ തിന്മയെപ്പറ്റി പരിതപിച്ചു. ജനത്തിനിടയിൽ വിനാശം വിതച്ചുകൊണ്ടിരുന്ന ദൂതനോട് അവിടുന്ന് കൽപ്പിച്ചു, മതി, ഇപ്പോൾ കൈ പിൻവലിക്കുക. കർത്താവിൻ്റെ ദൂതൻ ജബൂസുകാരനായ അവർണായുടെ മെതിക്കളത്തിനടുത്തായിരുന്നു. ജനത്തിനിടയിൽ പ്രഹരമേൽപ്പിച്ചുകൊണ്ടിരുന്ന ദൂതനെ കണ്ടപ്പോൾ ദാവീദ് കർത്താവിനോട് അഭ്യർത്ഥിച്ചുകൊണ്ട് പറഞ്ഞു, ഇതാ, ഞാനാണ് പാപം ചെയ്തത്, ഞാനാണ് തെറ്റ് ചെയ്തത്. ഈ അജഗണം എന്തു ചെയ്തു? അങ്ങയുടെ കൈ സദയം എനിക്കെതിരെയും എൻ്റെ പിതൃഭവനത്തിനെതിരെയുമായിരിക്കട്ടെ. അന്ന് ഗാദ് ദാവീദിൻ്റെ അടുക്കൽ ചെന്ന് അവനോട് പറഞ്ഞു, ജബൂസുകാരനായ അവർണയുടെ മെതിക്കളത്തിൽ കയറി ചെന്ന് കർത്താവിനൊരു ബലിപീഠം സ്ഥാപിക്കുക.
കർത്താവ് കൽപ്പിച്ച പ്രകാരമുള്ള ഗാദിൻ്റെ വാക്കനുസരിച്ച് ദാവീദ് കയറി ചെന്നു. അവർണ താഴേക്ക് നോക്കിയപ്പോൾ രാജാവും ദാസന്മാരും തൻ്റെ അടുത്തേക്ക് കടന്നു വരുന്നത് കണ്ടു. അവൻ ഇറങ്ങിച്ചെന്ന് നിലത്തേക്ക് മുഖം ചേർത്ത് രാജാവിനെ വണങ്ങി. അവർണ ചോദിച്ചു, എൻ്റെ യജമാനനായ രാജാവ് തൻ്റെ ദാസൻ്റെ പക്കലേക്ക് എഴുന്നള്ളിയതെന്തിന്? ദാവീദ് പറഞ്ഞു, മഹാമാരി ജനത്തിൻ്റെ മേൽ നിന്ന് പിൻവലിക്കപ്പെടേണ്ടതിന് കർത്താവിനൊരു ബലിപീഠം പണിയാനായി നിന്റെ മെതിക്കളം വാങ്ങാൻ തന്നെ. അപ്പോൾ അവർണ ദാവീദിനോട് പറഞ്ഞു, യജമാനനായ രാജാവ് അതെടുക്കട്ടെ, അവിടെ തൻ്റെ ദൃഷ്ടികളിൽ നല്ലത് ഹോമിക്കട്ടെ. നോക്കൂ, ഹോമയാഗത്തിനുള്ള കന്നുകാലിയും വിറകിനുള്ള മെതിചക്രങ്ങളും കന്നുകാലി നുകങ്ങളും. രാജാവേ, അവർണ ഇതെല്ലാം രാജാവിന് സമ്മാനിക്കുന്നു. തുടർന്ന് അവർണ രാജാവിനോട് പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവ് നിന്നിൽ സംപ്രീതനാകട്ടെ. രാജാവ് അവർണയോട് പറഞ്ഞു, ഇല്ല, തീർച്ചയായും വിലയ്ക്ക് മാത്രമേ ഞാനിത് നിന്നിൽ നിന്ന് വാങ്ങൂ. എൻ്റെ ദൈവമായ കർത്താവിന് ഞാൻ ഔദാര്യത്തിന് ഹോമയാഗങ്ങൾ അർപ്പിക്കുകയില്ല. അങ്ങനെ ദാവീദ് 50 ഷെക്കൽ വെള്ളിക്ക് മെതിക്കളവും കന്നുകാലിയെയും വാങ്ങി അവിടെ ദാവീദ് കർത്താവിന് ഒരു ബലിപീഠം പണിതു. അവൻ കർത്താവിന് ഹോമയാഗങ്ങളും സമാധാനയാഗങ്ങളും അർപ്പിച്ചു. കർത്താവ് നാടിനു വേണ്ടിയുള്ള അപേക്ഷ കേട്ടു. ഇസ്രായേലിൽ നിന്ന് മഹാമാരി പിൻവലിക്കപ്പെട്ടു. 1 ദിനവൃത്താന്തം അധ്യായം 29. ദേവാലയ നിർമ്മിതിക്ക് കാഴ്ചകൾ. ദാവീദ് രാജാവ് സഭ മുഴുവനോടുമായി പറഞ്ഞു, യുവാവും പരിചയക്കുറവുള്ളവനുമായ എൻ്റെ മകൻ സോളമനെ തന്നെയാണ് ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നത്. ജോലി ബൃഹത്താണ്. കാരണം മന്ദിരം മനുഷ്യന് വേണ്ടിയല്ല, ദൈവമായ കർത്താവിന് വേണ്ടിയുള്ളതാണ്. എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിനു വേണ്ടി എൻ്റെ കഴിവെല്ലാം അനുസരിച്ച് സ്വർണത്തിന് സ്വർണം, വെള്ളിക്ക് വെള്ളി, പിച്ചളയ്ക്ക് പിച്ചള, ഇരുമ്പിന് ഇരുമ്പ്, തടിക്ക് തടി, ഗോമേതക കല്ലുകൾ, പതിക്കാനുള്ള അഞ്ജനവർണ്ണ കല്ലുകൾ, വിലയേറിയ എല്ലാത്തരം രത്നം, ധാരാളം വെണ്ണക്കല്ലുകൾ എന്നിവ ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. കൂടാതെ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തോടുള്ള താൽപ്പര്യ നിമിത്തം വിശുദ്ധ സ്ഥലത്തിനായി ഞാൻ ശേഖരിച്ചിട്ടുള്ള എല്ലാറ്റിനും പുറമെ എൻ്റെ സ്വന്തം സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും സമ്പാദ്യം എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിനായി ഞാൻ നൽകുന്നു. ആലയത്തിൻ്റെ ഭിത്തികൾ പൊതിയുന്നതിന് ഓഫീസ് സ്വർണത്തിൽ നിന്ന് 3000 താലന്ത് സ്വർണവും 7000 താലന്ത് ശുദ്ധി ചെയ്ത വെള്ളിയും, എല്ലാ പണികൾക്കുമായി സ്വർണത്തിന് സ്വർണവും വെള്ളിക്ക് വെള്ളിയും ശില്പികളുടെ കയ്യിലേക്ക് ഞാൻ നൽകുന്നു. ഇന്ന് കർത്താവിന് വേണ്ടിയുള്ള പ്രതിഷ്ഠയ്ക്കായി സ്വയം സമർപ്പിക്കാൻ ആരുണ്ട്? അപ്പോൾ പിതൃതലവന്മാരും ഇസ്രായേലിലെ ഗോത്രനായകന്മാരും സഹസ്രാധിപന്മാരും ശതാധിപന്മാരും രാജാവിൻ്റെ ജോലികളുടെ മേൽനോട്ടക്കാരും സ്വാഭീഷ്ട കാഴ്ചകൾ നൽകി. ദേവാലയത്തിൻ്റെ പണിക്ക് അവർ 5000 താലന്ത് സ്വർണവും 10000 അതർക്കൂണും 10000 താലന്ത് വെള്ളിയും 18000 താലന്ത് പിച്ചളയും 1,00,000 താലന്ത് ഇരുമ്പും കൊടുത്തു. തങ്ങളുടെ പക്കൽ വിലയേറിയ കല്ലുകളുണ്ടായിരുന്നവർ അവ കർത്തൃഭവനത്തിൻ്റെ ഭണ്ഡാരത്തിലേക്ക് ഗർഷോന്യനായ യെഹീയേലിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. തങ്ങളുടെ സ്വാഭീഷ്ട കാഴ്ചകൾ പൂർണ്ണഹൃദയത്തോടെ കർത്താവിന് സമർപ്പിച്ചതിനാൽ ജനം സന്തോഷിച്ചു. ദാവീദ് രാജാവും അത്യധികം സന്തോഷിച്ചു. ദാവീദ് സഭ മുഴുവൻ്റെയും മുമ്പാകെ കർത്താവിനെ വാഴ്ത്തി. ദാവീദ് പറഞ്ഞു, ഞങ്ങളുടെ പിതാവായ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവെ, അങ്ങ് അനാദി മുതൽ എന്നേക്കും വാഴ്ത്തപ്പെട്ടവനാകുന്നു. കർത്താവെ, അങ്ങയുടേതാകുന്നു ശ്രേഷ്ഠതയും കരുത്തും മഹിമയും വിജയവും ഔന്നത്യവും, ആകാശത്തിലും ഭൂമിയിലുമുള്ളവയെല്ലാം തന്നെ. കർത്താവെ, എല്ലാറ്റിലും ഉപരിയായി രാജ്യവും ആധിപത്യവും അങ്ങയുടേതാണ്. സമ്പത്തും മഹത്വവും അങ്ങയുടെ സന്നിധിയിൽ നിന്നാണല്ലോ. എല്ലാറ്റിലും അങ്ങാണ് ഭരണം നടത്തുന്നത്. ശക്തിയും അധികാരവും അങ്ങയുടെ കയ്യിലാണ്. എല്ലാം വളരാനും ശക്തിപ്പെടാനും ഇടയാകുന്നത് അങ്ങയുടെ കയ്യാലാണ്. ഞങ്ങളുടെ ദൈവമേ, ഇപ്പോൾ അങ്ങയെ ഞങ്ങൾ പുകഴ്ത്തുന്നു. അങ്ങയുടെ മനോഹര നാമത്തിന് സ്തുതി അർപ്പിക്കുന്നു. എന്നാൽ ഇതുപോലെ സ്വാഭീഷ്ട കാഴ്ച സമർപ്പിക്കുന്നതിന് ഞങ്ങൾ പ്രാപ്തരാകാൻ ഞാൻ ആരാണ്? എൻ്റെ ജനം ആരാണ്? എന്തെന്നാൽ എല്ലാം അങ്ങിൽ നിന്നാണ്, അങ്ങയുടെ കയ്യിൽ നിന്നുള്ളതാണ് അങ്ങേക്ക് ഞങ്ങൾ നൽകുന്നത്. അങ്ങയുടെ മുമ്പിൽ ഞങ്ങൾ തൽക്കാലവാസികളും ഞങ്ങളുടെ എല്ലാ പിതാക്കന്മാരെയും പോലെ പ്രവാസികളുമാണ്. ഭൂമിയിൽ ഞങ്ങളുടെ ദിനങ്ങൾ നിഴൽ പോലെയാണ്, പ്രതീക്ഷയൊന്നുമില്ല. ഞങ്ങളുടെ ദൈവമായ കർത്താവെ, ഞങ്ങൾ തയ്യാറാക്കിയ ഈ ധനമെല്ലാം അങ്ങയുടെ പരിശുദ്ധ നാമത്തിന് ആലയം പണിയാനാണ്. അങ്ങയുടെ കരങ്ങളിൽ നിന്നാണിത്, അങ്ങയുടേതാണ് ഇതെല്ലാം. എൻ്റെ ദൈവമേ, അങ്ങ് ഹൃദയം പരിശോധിക്കുന്നവനാണെന്നും ഋജുവായതിൽ സംപ്രീതനാകുന്നുവെന്നും ഞാൻ അറിയുന്നു. എൻ്റെ ഹൃദയ പരമാർത്ഥതയിൽ ഞാൻ ഇവയെല്ലാം സമർപ്പിക്കുന്നു. ഇപ്പോൾ ഇവിടെ സന്നിഹിതമായിരിക്കുന്ന അങ്ങയുടെ ജനം സന്തോഷത്തോടെ അങ്ങേക്ക് സ്വയം സമർപ്പിക്കുന്നുവെന്ന് ഞാൻ കാണുന്നു. ഞങ്ങളുടെ പിതാക്കന്മാരായ അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും ഇസ്രായേലിൻ്റെയും ദൈവമേ, എന്നേക്കും അങ്ങയുടെ ജനത്തിൻ്റെ ഹൃദയത്തിൽ
ഈ ചിന്തകളും ആലോചനകളും കാത്തു സൂക്ഷിക്കുകയും അവരുടെ ഹൃദയങ്ങൾ അങ്ങിലേക്ക് തിരിക്കുകയും ചെയ്യണമേ. എൻ്റെ പുത്രൻ സോളമന് അങ്ങയുടെ കൽപ്പനകളും നിയമങ്ങളും ചട്ടങ്ങളും കാത്തു സൂക്ഷിക്കാനും എല്ലാം നിവർത്തിക്കാനും ഞാൻ തയ്യാറാക്കിയിട്ടുള്ള മന്ദിരം പണിയാനുമുള്ള നിറമനസ്സ് നൽകണമേ. ദാവീദ് സമൂഹം മുഴുവനോടുമായി നിർദ്ദേശിച്ചു, നിങ്ങളുടെ ദൈവമായ കർത്താവിനെ വാഴ്ത്തുവിൻ. സമൂഹം മുഴുവൻ തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിനെ വാഴ്ത്തുകയും കർത്താവിനെയും രാജാവിനെയും കുമ്പിട്ട് വണങ്ങുകയും ചെയ്തു. അവർ കർത്താവിന് ബലികൾ അർപ്പിക്കുകയും പിറ്റേ ദിവസം കർത്താവിന് ഹോമയാഗമായി 1000 കാളകളെയും 1000 മുട്ടാടുകളെയും 1000 ചെമ്മരിയാടുകളെയും അവയുടെ പാനീയ ബലികളെയും ഇസ്രായേൽ മുഴുവനും വേണ്ടി ധാരാളമായി അർപ്പിച്ചു. ആ ദിവസം വലിയ ആഹ്ലാദത്തോടെ അവർ കർത്താവിൻ്റെ സന്നിധിയിൽ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തു. ദാവീദിൻ്റെ പുത്രൻ സോളമനെ അവർ രണ്ടാമതും രാജാവാക്കുകയും കർത്താവിനു വേണ്ടി അവനെ നായകനായും സാദോക്കിനെ പുരോഹിതനായും അഭിഷേകം ചെയ്യുകയും ചെയ്തു. തൻ്റെ പിതാവായ ദാവീദിൻ്റെ സ്ഥാനത്ത് സോളമൻ രാജാവായി കർത്താവിൻ്റെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായി. അവൻ അഭിവൃദ്ധി പ്രാപിക്കുകയും ഇസ്രായേൽ മുഴുവൻ അവനെ അനുസരിക്കുകയും ചെയ്തു. എല്ലാ നേതാക്കന്മാരും പ്രബലന്മാരും ദാവീദ് രാജാവിൻ്റെ എല്ലാ പുത്രന്മാരും സോളമൻ രാജാവിനോട് വിധേയത്വം പ്രഖ്യാപിച്ചു. ഇസ്രായേൽ മുഴുവൻ്റെയും മുമ്പിൽ കർത്താവ് സോളമനെ അഭിവൃദ്ധിപ്പെടുത്തി ഇസ്രായേലിൽ അവനു മുമ്പ് ഒരു രാജാവിനുമില്ലാതിരുന്ന രാജത്വ പ്രതാപം അവന് നൽകുകയും ചെയ്തു. ജസ്സയുടെ പുത്രനായ ദാവീദ് ഇസ്രായേൽ മുഴുവൻ്റെയും മേൽ രാജാവായിരുന്നു. ഇസ്രായേലിൻ്റെ മേൽ അവൻ ഭരിച്ച കാലം 40 വർഷങ്ങളായിരുന്നു. 7 വർഷം അവൻ ഹെബ്രോണിൽ ഭരിച്ചു. 33 വർഷം ജെറുസലേമിലും ഭരിച്ചു. ശ്രേഷ്ഠമായ വാർദ്ധക്യത്തിൽ സമ്പത്തും മഹത്വവും ആയുസ്സും തികഞ്ഞവനായി അവൻ മരിച്ചു. അവൻ്റെ സ്ഥാനത്ത് പുത്രൻ സോളമൻ രാജാവായി. ദാവീദ് രാജാവിൻ്റെ ആദ്യാവസാനമുള്ള പ്രവർത്തനങ്ങൾ ഇതാ ദീർഘദർശിയായ സാമുവേലിൻ്റെ വൃത്താന്തങ്ങളിലും പ്രവാചകനായ നാഥാൻ്റെ വൃത്താന്തങ്ങളിലും ദീർഘദർശിയായ ഗാദിൻ്റെ വൃത്താന്തങ്ങളിലും എഴുതപ്പെട്ടിരിക്കുന്നു. അവയോടൊപ്പം അവൻ്റെ രാജ്യത്വം മുഴുവനും അവൻ്റെ ശക്തിയും അവൻ്റെയും ഇസ്രായേലിൻ്റെയും രാഷ്ട്രങ്ങളുടെയും എല്ലാ ഭരണകൂടങ്ങളുടെയും മേൽ കടന്നുപോയ കാലഘട്ടങ്ങളും രേഖപ്പെടുത്തിയിരിക്കുന്നു. സങ്കീർത്തനങ്ങൾ 30. കൃതജ്ഞതയ്ക്കായി ഒരു ജീവിതം. കീർത്തനം. ആലയപ്രതിഷ്ഠാഗീതം ദാവീദിൻ്റേത്. കർത്താവേ, ഞാൻ അങ്ങയെ പുകഴ്ത്തും. എന്തെന്നാൽ അങ്ങ് എന്നെ കരകയറ്റി. അങ്ങ് എൻ്റെ ശത്രുക്കളെ എന്നെ പ്രതി സന്തോഷിപ്പിച്ചില്ല. എൻ്റെ ദൈവമായ കർത്താവേ, ഞാൻ അങ്ങയുടെ സഹായത്തിനായി കേണു. അങ്ങെന്നെ സുഖപ്പെടുത്തുകയും ചെയ്തു. കർത്താവേ, അങ്ങ് എൻ്റെ ആത്മാവിനെ പാതാളത്തിൽ നിന്ന് കയറ്റി. ഗർത്തത്തിൽ താണവരുടെ ഇടയിൽ നിന്ന് അങ്ങെന്നെ ജീവിപ്പിച്ചു. കർത്താവിൻ്റെ ഭക്തരെ അവിടുത്തേക്ക് കീർത്തനം ആലപിക്കുവിൻ. അവിടുത്തെ വിശുദ്ധ സ്ഥലത്തിൻ്റെ സ്മരണയ്ക്ക് കൃതജ്ഞത അർപ്പിക്കുവിൻ. എന്തെന്നാൽ അവിടുത്തെ കോപം നൈമിഷികമാണ്. അവിടുത്തെ സംപ്രീതിയിലാണ് ജീവൻ. രാത്രിയിൽ ദുഃഖം ചേക്കേറുന്നു. ആനന്ദപ്രകടനം പ്രഭാതത്തിൻ്റേതാണ്. ഞാൻ ഒരിക്കലും കുലുങ്ങുകയില്ല എന്ന് എൻ്റെ സൗഭാഗ്യത്തിൽ ഞാൻ പറഞ്ഞു. കർത്താവെ, അങ്ങയുടെ പ്രസാദത്തിൽ അങ്ങൻ്റെ മലയെ ബലവത്തായി നിർത്തി. അങ്ങ് മുഖം മറച്ചപ്പോഴാകട്ടെ ഞാൻ പരിഭ്രാന്തനായിപ്പോയി. കർത്താവെ, അങ്ങയോട് ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു. എൻ്റെ നാഥനോട് ഞാൻ കനിവിരക്കുന്നു. എൻ്റെ രക്തം കൊണ്ട് കുഴിയിലേക്കുള്ള എൻ്റെ ഇറക്കം കൊണ്ട് എന്ത് പ്രയോജനം? ധൂളി അങ്ങയ്ക്ക് കൃതജ്ഞത അർപ്പിക്കുമോ? അത് അങ്ങയുടെ വിശ്വസ്തത വർണ്ണിക്കുമോ? കർത്താവെ, അങ്ങ് കേട്ട് എന്നിൽ കനിയണമേ. കർത്താവെ, എനിക്ക് സഹായകനായിരിക്കണമേ. അങ്ങൻ്റെ വിലാപം എനിക്ക് നൃത്തമായി മാറ്റിയിരിക്കുന്നു. എൻ്റെ ചാക്കുവസ്ത്രം അഴിച്ചു മാറ്റി എന്നെ സന്തോഷമണിയിച്ചു. തന്മൂലം അന്തരാത്മാവ് അങ്ങയ്ക്ക് കീർത്തനമാലപിക്കും. അത് മൗനമായിരിക്കുകയില്ല. എൻ്റെ ദൈവമായ കർത്താവെ, ഞാൻ അങ്ങയ്ക്ക് എന്നേക്കും കൃതജ്ഞതയർപ്പിക്കും. പ്രിയമുള്ളവരെ, 142-ാമത്തെ ദിവസത്തിലേക്ക് വചനവായന എത്തി നിൽക്കുമ്പോൾ നിങ്ങളെ അഭിനന്ദിക്കാനും നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന ദൈവനിയോഗത്തിൽ മുന്നോട്ടു പോകാൻ കർത്താവ് നിങ്ങളെ സഹായിക്കുകയും ചെയ്യുന്നതിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രത്യേകം നിങ്ങളെ ഓർത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഇന്നത്തെ വായനയിൽ ദൈവകോപത്തിന് ഇടയൊരുക്കത്തക്ക വിധം ദാവീദ് ഒരു കാനേഷുമാരി കണക്കെടുക്കുന്നതാണ് വായിച്ചത്. ദൈവത്തിൻ്റെ കോപം ദാവീദിൻ്റെ മേലും ജനത്തിൻ്റെ മേലും പതിക്കാനിടയാകത്തക്ക വിധമായിരുന്നു ഈ സെൻസസ് എടുക്കാനുള്ള ദാവീദിൻ്റെ തീരുമാനം. ഇതേ സംഭവം ദിനവൃത്താന്ത പുസ്തകത്തിൽ അതിൻ്റെ 1-ാം പുസ്തകത്തിൽ വായിച്ചപ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്നറിയില്ല. സാത്താൻ ദാവീദിനെ പ്രേരിപ്പിച്ചു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഇവിടെ ദൈവം ദാവീദിനെ പ്രേരിപ്പിച്ചു എന്നും. ഇത് ആശയക്കുഴപ്പം, സംശയം ഉണ്ടാക്കാനിടയുള്ള വചനഭാഗങ്ങളിലൊന്നാണ്. വ്യത്യസ്തങ്ങളായ 2 രീതിയിലാണ്
സെൻസസ് എടുക്കാനുള്ള ദാവീദിന്റെ തീരുമാനത്തെ 2 പുസ്തകങ്ങൾ അവതരിപ്പിക്കുന്നത് എന്ന് പ്രകടമായും പ്രത്യക്ഷമായും തോന്നാനിടയുണ്ട്. എങ്ങനെയാണിത് വിശദീകരിക്കുന്നത്? ദാൻ മുതൽ ബർഷേബ വരെയുള്ള തൻ്റെ ജനത്തിൻ്റെ എണ്ണമറിയാൻ, കുറെ കൂടി കൃത്യതയോടെ പറഞ്ഞാൽ യുദ്ധസന്നദ്ധരായ ആളുകളുടെ എണ്ണമറിയാനുള്ള ദാവീദിൻ്റെ ഒരു തത്രപ്പാടാണ് ഈ കാനേശുമാരി കണക്കെടുപ്പ്. ദാൻ മുതൽ ബർഷേബ വരെ എന്ന് പറഞ്ഞാൽ ഇസ്രായേലിൻ്റെ വടക്കേയറ്റം മുതൽ യൂദായുടെ തെക്കേയറ്റം വരെ. കേരളം ഒരു മാതൃകയെടുത്താൽ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ. യോവാബ് ദാവീദിൻ്റെ ഈ ഉദ്യമത്തെ തടയുന്നതായി കാണുന്നു. യോവാബ് തടഞ്ഞതിൻ്റെ പിന്നിൽ ആ ഉത്തരമുണ്ട്. ദാവീദിൻ്റെ ഹൃദയത്തിലെ ഉദ്ദേശം, നിഗൂഢമായ ലക്ഷ്യം ഒരു കണക്കെടുപ്പ് നടത്തുക മാത്രമല്ല, യുദ്ധസജ്ജരായ ആളുകളുടെ എണ്ണം അറിയുക മാത്രമല്ല, മറിച്ച് തൻ്റെ നേട്ടങ്ങളുടെ കണക്കെടുപ്പ് നടത്തുകയാണ് ദാവീദിൻ്റെ ഹൃദയത്തിലെ നിഗൂഢമായ ലക്ഷ്യം. ലളിതമായി പറഞ്ഞാൽ, എല്ലാം ദൈവത്തിൽ നിന്ന് ദാനമായി സ്വീകരിച്ച ഒരാൾ ഒരല്പനേരത്തേക്ക് സാത്താൻ്റെ പ്രേരണയിൽ നിഗൂഢമായ ഒരഹന്ത ഹൃദയത്തിൽ അലയടിച്ചുയരുമ്പോൾ അഹങ്കാരിയായി മാറുകയും ഇതെല്ലാം തൻ്റെ നേട്ടങ്ങളാണെന്നും ആ നേട്ടങ്ങളുടെ എണ്ണമറിയാൻ തനിക്ക് ആഗ്രഹമുണ്ടെന്നുമുള്ള അഹന്തയിൽ നിന്നുത്ഭവിച്ച ഒരു തീരുമാനമായിരുന്നു ഈ കാനേശുമാരി കണക്കെടുക്കാനുള്ള ഉത്തരവ്. ഇതാണ് സാത്താൻ പ്രേരിപ്പിച്ചു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. തീർച്ചയായും അത് ജനത്തെയും ദാവീദിനെയും തകർക്കാനുള്ള സാത്താൻ്റെ ശ്രമങ്ങളിലൊന്നായിരുന്നു ഈ പാപ പ്രേരണ നൽകി ദാവീദിനെ വഴിതെറ്റിക്കുക എന്നത്. കർത്താവ് പ്രേരിപ്പിച്ചു എന്ന് എങ്കിൽ പറയുന്നത് എന്തിനാണ്? തൻ്റെ ജീവിതത്തിൻ്റെ അവസാന നാളുകളിലാണ് ദാവീദ്. ഒരുപക്ഷെ സാത്താൻ മോശയ്ക്ക് നേരെ പ്രയോഗിച്ചതുപോലെ ദാവീദിന് നേരെ സാത്താൻ കൊണ്ടുവന്ന ഒരു അന്തിമ പ്രലോഭനമായിരുന്നു ഇത്. ദൈവം ഇത് അനുവദിച്ചതിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ ജ്ഞാനം ഒരു അന്തിമമായ തിരിച്ചറിവിനും ശുദ്ധീകരണത്തിനും മാനസാന്തരത്തിനും താൻ തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്ത ദാവീദിൻ്റെ ജീവിതത്തെ വിധേയമാക്കാൻ ദൈവം തീരുമാനിക്കുമ്പോഴാണ് സാത്താൻ്റെ ഈ പ്രലോഭനം ദൈവം അനുവദിക്കുന്നത്. എന്തുകൊണ്ടാണ് കണക്കെടുപ്പ് നടത്തുമ്പോൾ മഹാമാരി ഉണ്ടാകുന്നത്? പുറപ്പാട് പുസ്തകത്തിൻ്റെ 30-ാം അധ്യായം 12-ാം തിരുവചനം പറയുന്നു, ഇസ്രായേലിൽ ജനസംഖ്യാ കണക്കെടുപ്പ് നടത്തുമ്പോൾ തങ്ങളുടെ ഇടയിൽ മഹാമാരി ഉണ്ടാകാതിരിക്കാൻ ഓരോരുത്തരും തങ്ങളുടെ ജീവന് വേണ്ടി കർത്താവിന് മോചനദ്രവ്യം കൊടുക്കണം. അതായത് ഉടമയ്ക്ക് മാത്രമാണ് തൻ്റെ നിയന്ത്രണത്തിലുള്ള ഉടമസ്ഥാവകാശത്തിലുള്ള ജനത്തിൻ്റെ കണക്കെടുക്കാൻ അവകാശം. ഇസ്രായേൽ എന്ന ജനതയെ സംബന്ധിച്ച് അവരുടെ ഉടമസ്ഥാവകാശം ദൈവത്തിന് മാത്രമാണ്. അതുകൊണ്ടാണ് അവർ ദേവാലയത്തിന് ദശാംശം കൊടുത്തിരുന്നത്. ഈ ദൈവത്തിൻ്റെ രാജത്വത്തെയും ദൈവം ഭരണാധികാരിയാണ് എന്ന സത്യത്തെയും ദൈവത്തിന് വിധേയപ്പെട്ടൊരു ജനതയാണ് തങ്ങളെന്ന വാസ്തവത്തെയും അംഗീകരിക്കുന്നതിൻ്റെ അടയാളമായിരുന്നു പഴയ നിയമത്തിലെ ദശാംശം നൽകൽ. ഇവിടെ ദാവീദിൻ്റെ പാപം എന്താണ്? ദൈവത്തിൻ്റെ ജനത്തിൻ്റെ ഉടമസ്ഥാവകാശം ഒരല്പനേരത്തേക്കെങ്കിലും തട്ടിയെടുക്കാൻ ശ്രമിച്ചതാണ്. ദൈവത്തിൻ്റെ ജനം തൻ്റെ ജനമാണെന്ന്, അതിൻ്റെ ഏറ്റവും മോശമായ അർത്ഥത്തിൽ. ദൈവത്തിൻ്റെ ജനത്തിൻ്റെ ഉടമസ്ഥാവകാശം ദൈവത്തിനല്ല, തനിക്കാണെന്ന് ദാവീദ് അല്പനേരത്തേക്കെങ്കിലും ചിന്തിച്ചു പോകുന്നതാണ് ഈ കാനേശുമാരി കണക്കെടുപ്പിലെ മാരക പാപം. ഏതാണ്ട് 10 മാസം എടുക്കുന്നു കണക്കെടുപ്പ് തീരാൻ. ഒടുവിൽ 3 ദിവസത്തേക്ക് ഒരു മഹാമാരി ഉണ്ടാകുന്നു. 70,000 പേര് കൊല്ലപ്പെടുന്നു. ജ്വലിച്ചുയർന്ന ദൈവത്തിൻ്റെ ക്രോധത്തെ ശമിപ്പിക്കാൻ ദാവീദ് കണ്ടെത്തിയ വഴി ഒരു ദഹനബലി അർപ്പിക്കുക എന്നതായിരുന്നു. എന്നാൽ മോശ നിർമ്മിച്ച സമാഗമ കൂടാരത്തിലെ ദഹനബലിപീഠം ഗിബെയോനിലായിരുന്നു. ഗിബെയോനിലേക്ക് ഈ മഹാമാരിയുടെ നടുവിലൂടെ സംഹാരദൂതൻ്റെ കരം നഗരത്തിന് മീതെ നീട്ടപ്പെട്ടു നിൽക്കുന്നൊരവസ്ഥയിൽ പോകാൻ ദാവീദിന് ഭയമായിരുന്നതുകൊണ്ട് ദാവീദ് പെട്ടെന്ന് ബലിയർപ്പിക്കാൻ ഒരു ഉപായം തേടുകയാണ്. അവിടെയാണ് ജബൂസ്യനായ അവർണയുടെ മെതിക്കളം ദാവീദിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. 1 ദിനവൃത്താന്തം 3-ാം അധ്യായം 1-ാം വാക്യമനുസരിച്ച് ഈ അവർണയുടെ മെതിക്കളം മോറിയ മലയാണ്. അവിടെ വച്ച് ദാവീദ് ബലിയർപ്പിക്കാനുള്ള സ്ഥലവും, അതായത് അവർണയുടെ മെതിക്കളവും ബലിയർപ്പിക്കാനുള്ള അസംസ്കൃത വസ്തുക്കളും വിറകും കാളയും എല്ലാം അവർണയിൽ നിന്ന് വിലയ്ക്ക് വാങ്ങുന്നു. എൻ്റെ ദൈവമായ കർത്താവിന് എനിക്ക് ചെലവില്ലാത്തൊരു ബലി അർപ്പിക്കുകയില്ല എന്നതാണ് ദാവീദ് വില കൊടുക്കാൻ അവർണയോട് പറയുന്ന ന്യായം. 1 ദിനവൃത്താന്തം 3:1 ഞാൻ സൂചിപ്പിച്ചു. ഈ വചനപ്രകാരം ഈ അവർണയുടെ മെതിക്കളം മോറിയ മലയാണ്. ഇസഹാക്ക് ബലിയർപ്പിക്കപ്പെടാനായി കൊണ്ടുപോകപ്പെട്ട സ്ഥലം ഇതാണ്. ഈശോ കുരിശിൽ മരിക്കുന്നതും ഇതേ മലയിലാണ്. ഈ മലയിലാണ് ജെറുസലേം ദേവാലയം പണി കഴിപ്പിക്കപ്പെട്ടത്. ഇനി ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ വളരെ നിർണായകമായ ഒരു സ്ഥാനം കൈയാളുന്ന വളരെ പ്രധാനപ്പെട്ടൊരു സ്ഥലമാണ് ഇനി ഈ സ്ഥലം, ഈ ടെമ്പിൾ മൗണ്ട്.
ഈ ദേവാലയം നിലകൊണ്ട മല. എനിക്ക് ചെലവില്ലാത്ത ഒരു ബലി ഞാൻ ദൈവത്തിന് അർപ്പിക്കില്ല. ഞാൻ ദൈവത്തിന് എൻ്റെ ഔദാര്യം കൊടുക്കുകയില്ല. ദാവീദിൻ്റെ ഈ വാക്കുകൾ മനോഹരമാണ്. വില കൊടുക്കാത്ത സ്നേഹം സ്നേഹമേ അല്ല. ദാവീദ് ദഹനബലി അർപ്പിക്കുന്നത് പാപപരിഹാരത്തിന് വേണ്ടിയാണ്. സമാധാന ബലി അർപ്പിക്കുന്നത് ദൈവത്തോടുള്ള കൂട്ടായ്മ പുനഃസ്ഥാപിക്കാനും. വില കൊടുക്കാത്ത സ്നേഹം സ്നേഹമേ അല്ല എന്ന ഓർമ്മപ്പെടുത്തൽ ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, ഈ ദിവസത്തിന് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. മനോഹരമായ എത്രയോ പാഠങ്ങളാണ് വചനവായനയിലൂടെ അവിടുന്ന് ഞങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. കർത്താവേ, ഓരോ തവണ ബലിയർപ്പിക്കാൻ പോകുമ്പോഴും ഞങ്ങൾക്ക് സ്നേഹത്തോടെ ബലിയർപ്പിക്കാൻ കഴിയണമേ എന്ന് ദാവീദിൻ്റെ ബലിയർപ്പണത്തെ കാണുമ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. വില കൊടുക്കാത്ത ആരാധനയും വില കൊടുക്കാത്ത ആത്മീയ കാര്യങ്ങളുമൊക്കെ സ്നേഹത്തിൻ്റെ അഭാവമുള്ളതാണ് എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. കർത്താവേ, ഒരു മനുഷ്യൻ്റെ തെറ്റായ തീരുമാനം 70,000 പേരുടെ ജീവൻ അപഹരിക്കാനിടയാക്കുമ്പോൾ ജീവിതത്തിൽ ഞങ്ങളുടെ തെറ്റായ തീരുമാനങ്ങൾ മൂലം ഞങ്ങളോട് ചേർന്ന് നിൽക്കുന്നവർ നശിക്കാനിടയാവരുതേ എന്നും പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കുരിശിൽ അങ്ങ് പൂർത്തിയാക്കിയ ബലി ദഹനബലിയും സമാധാന ബലിയും പാപപരിഹാര ബലിയും പ്രായശ്ചിത്ത ബലിയും ആയിരുന്നു. കർത്താവേ, ദാവീദിന് നിരവധി ബലികൾ അർപ്പിക്കേണ്ടിയിരുന്ന സ്ഥാനത്ത് ക്രിസ്തു കുരിശിലർപ്പിച്ച ബലിയിൽ പങ്കുചേരുമ്പോൾ ഞങ്ങൾക്കത് അനുരഞ്ജനവും സമാധാനവും കൂട്ടായ്മയും പാപപരിഹാരവും പ്രായശ്ചിത്വവുമെല്ലാമായി മാറുന്നതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ബലിയർപ്പണത്തെ സ്നേഹിക്കാൻ ആവശ്യമായ കൃപാവരം ഞങ്ങളിലേക്ക് ഒഴുക്കിത്തരണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട സഹോദര സഹോദരി, വചനവായനയിൽ നിങ്ങളോടൊപ്പം മുന്നേറുന്നതിൽ ഞാനും സന്തോഷിക്കുന്നു. നിങ്ങൾ ഈ വചനവായനാ പദ്ധതിയെ നിങ്ങളുടെ സ്നേഹിതരോട് പരിചയപ്പെടുത്തണമേ എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. കേട്ടുകൊണ്ടിരിക്കുന്ന പ്ലാറ്റ്ഫോം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നല്ല ദിവസങ്ങൾ വചനവായനയിൽ കൂടുതൽ നമുക്കുണ്ടാകട്ടെ. മുടക്കമില്ലാതെ വചനം വായിക്കാനുള്ള കൃപ നിങ്ങൾക്ക് ദൈവം നൽകട്ടെ. എനിക്ക് വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥനകളിൽ എന്നെയും ചേർത്ത് വെക്കണം എന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. നല്ല ഒരു ദിവസം നിങ്ങൾക്ക് ഉണ്ടാവട്ടെ. നാളെ വീണ്ടും ഈ വചന ശബ്ദവുമായി നിങ്ങളുടെ അടുത്തേക്ക് എത്തും വരെ ഞാൻ ഡാനിയലച്ചൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുവരെ സ്നേഹിക്കാൻ ശ്രമിക്കാം, പ്രാർത്ഥിക്കാം, ഈശോയെ പങ്കുവെക്കാം. നല്ലൊരു ദിവസം നിങ്ങൾക്കുണ്ടാവട്ടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ആശീർവദിക്കട്ടെ. ആമേൻ.